ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ. എല്ലാ ബിഗ് ബോസ് ആരാധകർക്കും ഒരു 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാണത്തിലേക്ക് അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ഉണ്ട്, കമന്റ് ബോക്സിൽ എഴുതി അങ്ങോട്ട് ഇടുക. കൂടാതെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പർ ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ മാത്രം ചെയ്യുന്നൊരു ചാനലല്ല. അതുകൊണ്ട് തന്നെ വേറെ കുറെ കോണ്ടന്റുകളൊക്കെ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ആയി മാറി, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ വേറെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് എന്ന പരിപാടി വലിയ താല്പര്യമില്ലെങ്കിൽ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോകൾ കാണാനിരിക്കേണ്ട. ഡെയിലി ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകളും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക. ഇനി കാര്യത്തിലേക്ക് വരാം. ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ. കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന 30 ദിവസത്തെ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് 2 ദിവസം മുമ്പ് തുടങ്ങി. 2 എപ്പിസോഡ് കഴിഞ്ഞു. 2 എപ്പിസോഡ് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച തുടങ്ങിയതാണ്. വെള്ളി ശനി 2 വന്നു. ഞാൻ ഞായറാഴ്ചയാണ് തെയ്യാൻ അങ്ങോട്ട് തുടങ്ങുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഇതിൽ 3 ജഡ്ജസ് ഉണ്ട്. രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം, അഖിൽ മാരാർ ജി. 3 ഒരു പരിപാടി കണ്ടപ്പോൾ അതിൽ പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസിന്റെ വായിൽ നിന്ന് വീഴുന്നതും അവരുടെ ഒരു നിലപാടും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ തന്തയ്ക്ക് പറയാൻ എനിക്ക് തോന്നി. ഉള്ള കാര്യം പറയാലോ, എന്നോടൊന്നും തോന്നരുത്. അത് വേറൊന്നും കൊണ്ടല്ല, ആരാടെ ഇതിനെയൊക്കെ പിടിച്ച് ഇതിനകത്ത് ജഡ്ജസ് ആയിട്ട് ഇരുത്തിയിരിക്കുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യമേ വന്നത്. പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസിന്റെ കേസ്. ഒരു ആങ്കറാണ്, ഒരു അടിപൊളി ആങ്കറാണ് അവര്. പക്ഷെ ഒരിക്കലും ഒരു ജഡ്ജായിട്ടിരിക്കാൻ അവരെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരെ കൊണ്ട് പറ്റുമെന്ന്. അത് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ചില കാര്യങ്ങൾ അവർ പറയുന്നത് ഒരു രീതിയിലും ഞാൻ കണ്ടസ്റ്റൻസിലേക്ക് ഒന്നും പോകുന്നില്ല. ആദ്യമേ നമ്മൾ ജഡ്ജസിനെ വാല്യൂ ചെയ്യണമല്ലോ, എന്നിട്ട് വേണമല്ലോ അങ്ങോട്ടേക്ക് ചെല്ലാൻ, കണ്ടസ്റ്റൻസിന്റെ അടുത്തേക്ക്. പിന്നെ ഇതിന്റെ മൊത്തത്തിലുള്ള ആർട്ട് വർക്ക്, ഇതിന്റെ മ്യൂസിക് കൊള്ളില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു. അഗ്നി പരീക്ഷയല്ലേ, മനസ്സിലായില്ലേ? 30 ദിവസത്തെ ഈ കോമണേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ് അല്ലേ. ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു 100 ദിവസം ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് മറ്റേ ലോകത്തിൻ കഥ അറിയാതെ അത് വെച്ചിട്ടായിരിക്കും അവർ മുഴുനീളം പിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് മ്യൂസിക്കിലേക്കൊന്നും ഞാൻ അധികം പോയില്ല, വിട്ടുകളയുന്നു. പിന്നെ റെനീഷ ആങ്കർ, വരും ദിവസങ്ങളിൽ റെനീഷ പിക്കപ്പായിട്ട് വരുമായിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. റെനീഷ ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്, പിക്കപ്പായിട്ട് വരുമായിരിക്കും. പക്ഷേ രഞ്ജിനി ഐ കാൺട്ട് ടോളറേറ്റ് 2 ദിവസവും നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ചില കാര്യങ്ങൾ. നിങ്ങൾ ഇപ്പോഴും മറ്റേ പഴയ അന്നത്തെ ആ ബിഗ് ബോസ് സീസൺ 1 കണ്ടസ്റ്റന്റ് ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പുതിയ ആളുകളെ കാണുമ്പോൾ ഒന്ന് ഫയർ ചെയ്യാം, അവരെ വേണമെങ്കിൽ ഒന്ന് റാഗ് ചെയ്യാം, ഒക്കെ ആവാം. പക്ഷെ നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായിരുന്ന മൊത്തത്തിൽ 40 പേരാണുള്ളത്. അതിലൊരു 30 പേര് ഓഡീഷൻ വഴി ഡയറക്റ്റ് എൻട്രി ആയവർ, പിന്നെ ഒരു 5 പേര് മൈജി ഫ്യൂച്ചർ ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു എൻട്രി പ്രോസസ്സിലൂടെ കയറിയവർ, 5 പേര് മൈജി ഫ്യൂച്ചർ വൈൽഡ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു എൻട്രി പ്രോസസ്സിലൂടെ കയറിയവരാണ്. ആദ്യത്തെ ദിവസം ഒരു 20 പേര് പറയുന്നു. ആ 20 പേർക്ക് ഒരു ടാസ്കിലൂടെ അവരകത്ത് വരുന്നു, പരിപാടിയൊക്കെ നടത്തുന്നു. 1-2 ടാസ്കുകൾ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് 20 പേരെ റിയാസിന്റെയും അഖിലിന്റെയും നമ്മുടെ രഞ്ജിനിയുടെയും ഗ്രൂപ്പിലേക്ക് തിരിച്ചിട്ട് ടാസ്കുകൾ ഉണ്ടായിരുന്നു. അത് കഴിയുന്നു. ഇന്നലെ ബാക്കിയുള്ള 20 പേര് കയറി വരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു 20 പേര് അല്ലെങ്കിൽ ആദ്യത്തെ 40 പേര് വെച്ച ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടാസ്കിൽ തന്നെ ഒരു പെൺകുട്ടി, പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് നടന്നൊരു ചെറിയ വിഷയം നിങ്ങൾ അറിഞ്ഞതായിരിക്കും. ഞാനതാണ് അതിലേക്കൊന്നും കൂടുതൽ പോകാത്തത്. അത് വേറൊന്നുമല്ല, താക്കോലെടുത്ത് തുറക്കുന്ന ഒരു ക്ലൂ ഒക്കെ വെച്ചിട്ട് വേണം ആ താക്കോൽ തുറക്കാൻ. അപ്പൊ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന, പുറത്തുനിന്നേ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പരിചയപ്പെട്ടൊരുത്തരാണ്. അവൻ നല്ല രീതിയിൽ കൊച്ചിനിട്ട് തേച്ചു കൊടുത്തു. പക്ഷെ കൊച്ചു വിട്ടില്ല. കൊച്ചു നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തു. അവൾ അങ്ങനെ ആദ്യമായിട്ട് അകത്തേക്ക് കയറുന്ന 20 പേരിൽ അവരും കയറി. മനസ്സിലായോ? ഞാനതിന് 2 പേരെയും ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്നില്ല. ആ പെൺകുട്ടിയും സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചു, അപ്പുറം നിന്നവനും വിട്ടുകൊടുത്തില്ല. നിയമമൊക്കെ അവനങ്ങ് തെറ്റിച്ചു, അത് വേറെ കാര്യം. പക്ഷെ അവനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് വേണ്ടത് അതാണ്. നിയമമൊക്കെ വേണം, നിയമം പാലിച്ചു തന്നെ വേണം കളിയൊക്കെ കളിക്കാൻ. പക്ഷെ എല്ലാവരും ഇത്രയും സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് എല്ലാ നിയമവും പാലിച്ചിട്ടുണ്ടോ? ഫൈറ്റ് ചെയ്യുക. ഓക്കെ, സോ ആ പയ്യനും വിട്ടുകൊടുത്തൊന്നുമില്ല. കൊള്ളാം, അതിനകത്തൊക്കെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ആ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞപ്പോൾ രഞ്ജിനി അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു, രണ്ടും കൊള്ളാം. അവൻ കീ എടുത്തു, അവള് ക്ലൂ എടുത്തു, രണ്ടും കൊള്ളാം.
ലൈക്ക് ഒരു കളിയാക്കല്. അവരെ ഒരു എന്തിനാണ് രഞ്ജിനി അങ്ങനെയുള്ളൊരു പ്രോസസ്സിലൊക്കെ ഒരു പെണ്ണും ആണും തമ്മിൽ അടി അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് കളിയാക്കൽ. എന്തിന്? ജഡ്ജസ് അല്ലേ? അവരെ വിമർശിക്കാം, തെറ്റുകൾ കണ്ടാൽ വിമർശിക്കാം, ശരിയാണെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. ഒരു കൈൻഡ് ഓഫ് കളിയാക്കലിന്റെ ആവശ്യം എന്താ അവിടെ? ഞാനാണെങ്കിൽ അങ്ങ് മലമറിച്ചേനെ എന്നുള്ളൊരു മൂഡിലാണോ രഞ്ജിനി അവിടെ നിന്ന് സംസാരിക്കുന്നത്? എനിക്ക് പിടികിട്ടിയില്ല. ജഡ്ജസിലാണ് ഞാൻ ലിറ്ററലി എനിക്കൊരു മടുപ്പ്. ഈ ഒരു അഗ്നിപരീക്ഷ ചിലപ്പോ ഇതിന്റെ എന്താണ് സംഘാടകർ പോലും ഇവര് 3 പേരും കൂടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അടി ഉണ്ടാവും, കണ്ടന്റ് വെളി വരുമോ എന്നുള്ളൊരു സാധനം ചിന്തിച്ചിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ കൊടുക്കൽ വാങ്ങൽ പരിപാടികൾ നടക്കുന്നുണ്ട് അകത്ത്. പ്രത്യേകിച്ച് റിയാസ്, സലീം, അഖിൽ മാരാർ ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 2 അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ സൈഡിൽ കൂടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ എപ്പിസോഡ് തുടങ്ങിയ ഉടനെ നമ്മുടെ റിനീഷ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം 20 പേര് വന്നല്ലോ, അപ്പൊ അതിലൊരു ഫിയർലെസ് തീരെ പേടിയില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾക്ക് ആരെയാണ് തോന്നിയെന്ന് 3 ജഡ്ജസിനോട്, 2 പേരോട്, റിയാസിനോടും രഞ്ജിനോടും ചോദിക്കുന്നുണ്ട്. 2 പേരും പൂജയുടെ പേര് പറയുന്നുണ്ട്. പൂജ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ആ ഫൈറ്റ് ചെയ്ത ആ ഒരു പെൺകുട്ടി കൊള്ളാം, അവള് പിടിച്ചു നിന്നു, സോ അവള് ഫിയർലെസ് ആയിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത 20 പേരെ കയറ്റിവിടുന്നുണ്ട്. അതുപോലെ 20 പേരെ കയറി വരുമ്പോഴത്തേക്ക് കയറി വരുന്നതിനകത്ത് തന്നെ വേറൊരു പൂജ, ഒരു പുതിയ പൂജ. ഓക്കെ, പുതിയൊരു പൂജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇവിടെ ഈ തമ്മിലോ എവിടെയെങ്കിലും ഫോട്ടോ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടതായിരിക്കും. ഫോട്ടോ പൂജ എന്ന് പറയുന്ന ഒരു പുതിയ പെൺകുട്ടി വരുന്നു. കഴിഞ്ഞ 20 പേരിലുണ്ടായിരുന്ന പൂജ ഫൈറ്റർ പൂജ. ഈ കയറി വന്ന പൂജ ഒരു കൈൻഡ് ഓഫ് ഫൈറ്റർ ആണ്, പക്ഷെ അനാവശ്യമായിട്ട് വായിട്ടടിച്ച് ലൈക്ക് ആൾക്കാര് അവളിലേക്ക് ശ്രദ്ധ കൊടുക്കണം. ആ സാധനം അവൾക്കറിയാം, ബുദ്ധിപൂർവ്വം അവൾ കളിക്കുന്നത്. ചില ആളുകൾക്കൊന്നും അവളെ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അത് വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് ഈ ഒരു ഹൗസിലേക്ക് പോയാൽ മനസ്സിലായി, ഒരു കോമണറായിട്ട് നിന്നുകൊണ്ട് ഇവൾ ഈ ഹൗസിലേക്ക് പോയാൽ കണ്ടന്റ് ഇവൾ കൊടുക്കും ആൾക്കാരിലേക്ക്, പുറത്തേക്ക് സാധനം കൊടുക്കും. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും നമുക്കൊക്കെ ഗുണകരമായിരിക്കും. കാരണം അവൾ കണ്ടന്റ് പുഷ് ചെയ്യും, വെറുതെ ഇരിക്കത്തില്ല, ചൊറിഞ്ഞു ചെല്ലും. ഏത് പിടി കിട്ടിയില്ലേ? അല്ല, ഇതൊരു എന്റർടൈൻമെന്റ് പരിപാടിയാണല്ലോ, സാധനം വേണമല്ലോ. ഓരോരുത്തർ ഓരോ മൂലയ്ക്ക് പോയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വർക്കൗട്ട് ആവത്തില്ല. സോ എന്റർടൈൻമെന്റിന് അവള് പറ്റും എന്നെനിക്ക് തോന്നി. കാരണം അവൾ കയറി വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ പൂജയ്ക്ക് കൊടുത്തൊരു എൻട്രി, അതായത് അവൾ കീട്ട് തുറന്നില്ലായിരുന്നു, ക്ലൂവും കീയും എടുത്തിട്ട് അവൾ പൂട്ട് തുറന്നില്ല. എന്നിട്ട് പോലും അവളെ എന്തുകൊണ്ട് കയറ്റി എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട്, അതിനുവേണ്ടി മണ്ടത്തരം ചോദ്യമാണ്, കാരണം അതിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസമേ കൊടുത്തതാ, ജാമായിരുന്നു, അതുകൊണ്ടാണ് അവളെ കയറ്റിയത്. പിടികിട്ടിയോ? അത് ജാമായതുകൊണ്ട് മാത്രം. പിന്നെ രഞ്ജിനിയും അവളും കൂടെ ഒരു ചെറിയൊരു ഈ ലേറ്റസ്റ്റ് ആയിട്ട് 20 പേര് ഇന്നലെ കയറിയതിനകത്തുള്ള പൂജയും രഞ്ജിനിയും കൂടെ ചെറിയൊരു വാക്ക് തർക്കം വരുന്നുണ്ട്, എൻ്റെ പേരും പറഞ്ഞ്. എന്താണെങ്കിലും അതവിടെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പൂജയെ അപ്പോഴേ രഞ്ജിനിക്ക് ബോധിച്ചു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ഉടനെ ടീം സ്പ്ലിറ്റിംഗ് ആയിരുന്നു. ടീം സ്പ്ലിറ്റ് ചെയ്തപ്പോഴത്തേക്ക് രഞ്ജിനി ഈ പൂജ സ്വന്തം ടീമിലേക്ക് എടുത്തു. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും, റിയാസും അഖിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ടീം ആൾക്കാരെ പിക്ക് ചെയ്തു. ഇവരാദ്യമായിട്ട് കാണുന്നവരാണല്ലോ, അതുകൊണ്ട് തന്നെ ആരെ അറിയത്തില്ല, നീളവും മണ്ണോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ടീം പിക്ക് ചെയ്യുന്നത്, ഓരോരുത്തരെ പിക്ക് ചെയ്യുന്നത് ഈ 20 പേരിൽ നിന്ന്. പക്ഷെ അതിനിടയ്ക്കും രഞ്ജിനിയുടെ ഒരു ഡയലോഗ്, ഡിവോഴ്സ് കഴിഞ്ഞ് 2 കുട്ടികളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ, എൻ്റെ ടീമിലേക്ക് വാ എന്നൊരു ഡയലോഗ് പറയുന്നത് കേട്ടു. വാട്ട് ദ ഹെൽ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്? അല്ല, എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ഇറിറ്റേറ്റഡ് ആയി. സീരിയസ്ലി, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്താണ് രഞ്ജിനിയുടെ വിചാരം? ഞാൻ എന്തോ വലിയ അതാണോ? അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ പിക്ക് ചെയ്യുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞ് 2 കുട്ടികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. എന്തോ എനിക്ക് അതിനോടൊന്നും തീരെ യോജിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ 3 ടീമിലേക്ക്, അതായത് രഞ്ജിനി, നമ്മുടെ റിയാസ്, റിയാസ്, മാരാർ, 3 പേരുടെയും ടീമിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ടു അതിനുശേഷം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മുടെ രഞ്ജിനിയുടെ ടീമാണ് വന്ന് നിൽക്കുന്നത്. അവർക്ക് ടാസ്ക് കൊടുക്കുന്നുണ്ട്, അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്നലെ അത് പറഞ്ഞതാണ്, ഒരു പെൻറ്റൻ എന്ന് പറയുന്ന ഒരു മാല പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ട്. അത് വേറൊന്നിനുമല്ല, ഈ
3 ടീമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവരതിനകത്ത് ഈ ടീമിൽ അംഗങ്ങൾ തന്നെ ഒരു ടാസ്ക് കളിക്കും. ആ ടാസ്ക് കളിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയെന്ന് തോന്നുന്ന ഒരാൾക്ക് ഈ പെൻഡൻ കൊടുക്കും. അവർക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കാണും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫിനിറ്റി പവേഴ്സ് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു. അതുപോലുള്ള സാധനങ്ങൾ ആ പെൻഡൻ കിട്ടുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് രഞ്ജിനിയുടെ ടീമിലാണ് വരുന്നത്. രഞ്ജിനിയുടെ ടീമിൽ നിന്ന് വന്ന് ടാസ്ക് കളിക്കുന്നുണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് പറയുന്നത്, പേസ് ബോർഡ് എന്ന് പറയുന്നില്ല, ഈ ക്യൂബും അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിങ്ങനെ കല്ലിങ്ങനെ മേളിൽ അറേഞ്ച് ചെയ്യത്തില്ല, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്ന നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ പൂജ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള പൂജ, ഇന്നലത്തെ മറ്റേ താക്കോൽ പൂജയല്ല, ഒച്ച വെക്കുന്ന പൂജ, ഒരു കാരണവുമില്ല ഒച്ച വെക്കുന്ന പൂജ. സോ ഈ പൂജയുടെ തൊട്ടിപ്പുറം നിന്ന രാകേഷ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരുടെയും പേര് അങ്ങോട്ട് പറയുന്നില്ല കേട്ടോ, നമുക്ക് വഴിയെ ആൾക്കാരെല്ലാം പോകുമല്ലോ, അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് പഠിക്കാം പേര്. കാരണം 10-40 പേരുണ്ട്. പൂജയുടെ കൂടെ തൊട്ടിപ്പുറം നിന്ന രാകേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എങ്ങാണ്ട് ഉള്ള ഒരു ചേട്ടനാണ്. ഗംഭീരം, പുള്ളി കൊള്ളാം, പുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, സാധനം കൊള്ളാം, ഐറ്റം ബമ്പറാണ്. അപ്പോൾ പുള്ളി ഇതിങ്ങനെ അടുക്കിക്കൊണ്ടിരുന്നപ്പം ഒരു പരിധി എത്തിയപ്പോഴത്തേക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോയി, നേരെ വീഴുന്നത് പൂജയുടെ ഈ ഒരു ബ്ലോക്കിലേക്കാണ്. അപ്പോൾ അതും മറഞ്ഞു. ഉടനെ ഇവൾ അവിടെ കിടന്ന് ഒച്ച വെക്കുക. ഓക്കെ, ആയിക്കോട്ടെ, നോട്ടീസ്, അവളെ ആൾക്കാർ നോട്ടീസ് ചെയ്യണം, അതാണ് അവളുടെ ഉള്ളിൽ. അത് കഴിഞ്ഞ് അങ്ങോട്ട് രഞ്ജിനി എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്യാണ് ആരെ ഔട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു ഡേഞ്ചറസ് വൺ പോലെ മാറ്റിയിരുന്നു ഒരു സൈഡിലേക്ക്. അപ്പോൾ അതിലേക്ക് ഈ കളി കഴിയുമ്പോഴത്തേക്ക് ഓരോ ടീമിൽ നിന്ന് ഒരാളെയോ 2 ആളെയോ ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് തട്ടും. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ഈ ഫസ്റ്റ് തന്നെ എടുത്ത് തട്ടുന്നത് പൂജ മാത്രമല്ല, പൂജയുടെ കൂടെ വേറൊരുത്തരുണ്ടായിരുന്നു, ഒരു വൈശാഖ് എന്ന് പറയുന്ന ദുബായിൽ നിന്ന് കണ്ട് വന്നൊരു, ദുബായിൽ നിന്നല്ല, വൈശാഖ് അല്ല, വേറെ ഏതോ ഒരുത്തൻ, അവൻ്റെ പേര് ശ്യാം മോഹനോ അങ്ങനെ ഒരു ചേട്ടൻ. പുള്ളി അടുക്കിക്കൊണ്ടിരുന്നപ്പോഴേ താഴെ പോയി പുള്ളിയെ എടുത്ത്, തുടക്കത്തിലല്ല അവസാനമായപ്പോഴത്തേക്ക്, ബസ് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് പോയപ്പോഴത്തേക്ക് പുള്ളിയെ ഫസ്റ്റ് മാറ്റി. അതിനുശേഷം പൂജ എടുത്ത് അങ്ങോട്ട് മാറ്റി. പൂജ എടുത്ത് മാറ്റിയതിൻ്റെ മെയിൻ കാര്യം, ഒന്ന്, അവള് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ അത് പറഞ്ഞിട്ടാണ് രഞ്ജിനി അവളെ എടുത്ത് പുറത്താക്കുന്നത്. പക്ഷെ ഇത് പറയുന്നത് രഞ്ജിനി ആയതുകൊണ്ട് എനിക്ക് ചിരി വന്നു. അത് വേറൊരു കാര്യം. രഞ്ജിനി ചേച്ചി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീസൺ, അയ്യോ, നല്ല ക്ഷമയുള്ള ആളായിരുന്നു. പിന്നെ അങ്ങനെയുള്ളവരെയല്ലേ കൊണ്ടൊന്ന് ജഡ്ജായിട്ട് ഇരുത്തത്തുള്ളൂ. ഓക്കെ, കാരണം അവർക്ക് കണ്ടന്റ് വേണം, മനസ്സിലാക്കുന്നു. പക്ഷെ പറഞ്ഞൊരു പോയിന്റ് അവൾ ആവശ്യമില്ലാതെ മറ്റേ എന്താണ് രാകേഷ് എന്ന് പറയുന്ന ആളുടെ കേസിൽ കയറി ഒച്ച വെക്കുന്നു, എല്ലാം അല്ല, അവർ പറഞ്ഞതിനകത്തും കാര്യമുണ്ട് കേട്ടോ, വെറുതെ അങ്ങ് തള്ളിക്കളഞ്ഞൊന്നും അല്ല. രഞ്ജിനിയും പറഞ്ഞു, അഖിൽ മാരാർ ഉൾപ്പെടെ പറഞ്ഞു. അതായത് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ എല്ലാവരെയും കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത്? എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് വന്ന് കയറിയ ഉടനെ തന്നെ. മറ്റേ ഇന്നലത്തെ പൂജയുടെ കേസ്, അവളെ വെറുതെയാണ് നിങ്ങൾ കയറ്റിയത്, എനിക്ക് എൻ്റെയിലും ഉണ്ടായിരുന്നു ക്ലൂ. ഓക്കെ, അവളുടെ ഈ പൂജയുടെയിലും ഉണ്ടായിരുന്നു ക്ലൂ, പക്ഷെ മറ്റവളെ പോലെ ട്രൈ ചെയ്തിട്ട് ജാമായി പോയതല്ല. മനസ്സിലായില്ലേ? അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുമ്പോൾ ഈ പൂജയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ രണ്ടാമത് രാകേഷിന്റെ സാധനം അവളുടെ ഇതിനകത്തോട്ട് വീണ ഉടനെ അയാൾ കാരണം, അയാൾ മനഃപൂർവ്വം തള്ളിയിട്ടല്ലോ, അത് പുള്ളിയും പറയുന്നുണ്ട്. എന്റെ പൊന്നുമോളെ ഞാൻ ഇത്രയും കയറ്റി വെച്ചില്ലേ, എന്നിട്ട് എനിക്ക് പ്രാന്താണോ നിന്റെ അകത്തോട് തള്ളിയിടാൻ എന്ന് പുള്ളിയും ചോദിക്കുന്നുണ്ട്. അല്ല, അത് പുള്ളി അത് പറയേണ്ട കാര്യമില്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ പൂജയ്ക്കുണ്ട്. ഓവറായിട്ട് കയറിയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ കയറി അങ്ങ് ഫൈറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ഹൗസിലേക്ക് കയറാൻ പറ്റും പൂജയ്ക്ക്, പക്ഷെ അവസാനം വരെ ഒന്നും എത്താൻ പറ്റത്തില്ല. ഈ രഞ്ജിനിയെ പോലെയൊക്കെ കുറെ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് തട്ടും നാട്ടുകാർ വെളിയിലോട്ട്. മനസ്സിലായില്ലേ? ചുമ്മാ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വെറുതെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പണിയാവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ ഗ്രൂപ്പ് രഞ്ജിനിയുടെ ആ ഒരു ടീമിന്റെ പരിപാടിയൊക്കെ കഴിയുന്നു. അതിനുശേഷം റിയാസിന്റെ ടീമാണ് വരുന്നത്. അവരൊരു മുളവടി വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഒരു പരിപാടിയായിരുന്നു, ഒരു ടാസ്ക് ആയിരുന്നു. അതും കഴിയുന്നു. അതിനകത്തുനിന്ന് ഒരാളെ എടുത്ത് പെൻഡന്റിൽ തട്ടുന്നുണ്ട്, പെൻഡൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരാളെ ഔട്ട് ഹൗസിലേക്ക് തട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അഖിൽ മാരാറിന്റെ ടീമിന്റെ ആണ് വരുന്നത്. ഒരു കളർ പേപ്പർ മറ്റേ നമ്മുടെ ഈ സ്ട്രോ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അവിടെയും ആളെ ഔട്ട് ഹൗസിലേക്കും തട്ടുന്നുണ്ട്, പെൻഡനും കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരുടെയും പേര് ജസ്റ്റ് ടാസ്ക് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി നിങ്ങൾ. പിന്നെ ഇതിനകത്തെ മെയിൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വരും ദിവസങ്ങൾ ആളുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് നമുക്ക് പേരുകളും പഠിച്ച് വിശദമായിട്ട് തന്നെ എല്ലാത്തിനും കൊടുക്കാം. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എന്താണെങ്കിലും എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റെനീഷയാണ് ചോദിക്കുന്നത്, ആങ്കർ റെനീഷ ചോദിക്കുന്നത്. ആങ്കർ റെനീഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, കണ്ടസ്റ്റൻ്റ് ഒക്കെ ആയിരുന്നല്ലോ, കൂടുതൽ വേണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും റെനീഷ ചോദിക്കുന്നുണ്ട്, ഇന്നലെ വന്ന 20 പേരായിരുന്നോ അതോ ഇന്ന് വന്ന 20 പേരായിരുന്നോ അടിപൊളി? അപ്പോൾ രഞ്ജിനിയും നമ്മുടെ റിയാസ് സലീമും ഒക്കെ ഇന്ന് വന്നവരായിരുന്നു ബെറ്റർ. അപ്പോൾ ഞാൻ 2 ദിവസത്തെ എപ്പിസോഡ് കണ്ടു. എനിക്കും തോന്നിയത്
ആദ്യം കയറിയ 20 പേരിൽ ആ പൂജ എന്ന് പറയുന്ന പെൺകുട്ടി മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് ആക്റ്റീവായിട്ട് തോന്നിയത്. പക്ഷെ ഇന്നലെ കയറിയ 20 പേരിൽ ഉണ്ട് ചിങ്കക്കുട്ടികളുണ്ട്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഈ അടി കൂടുന്ന മറ്റേ പൂജ, രണ്ടാമത് വന്ന പൂജ, ആ ഒരു കാര്യമില്ലാത്ത അടി ഉണ്ടാക്കുന്ന ആ പരിപാടി ഒന്നൊന്ന് ബുദ്ധി ഉപയോഗിച്ച് അവളെ അടി ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീര കണ്ടന്റുകൾ ആ പെൺകുട്ടിക്ക് നാളെ ഹൗസിൽ കയറി കഴിഞ്ഞാൽ തരാൻ പറ്റും, കയറിയാൽ. അതുപോലെ തന്നെ രാകേഷ് എന്ന് പറയുന്ന ഫോട്ടോ വെച്ചുകാരൻ, പുള്ളി കൊള്ളാം, പുള്ളിയൊക്കെ ഒരു എന്റർടൈനറാണ്, പിടിച്ചു വെക്കും കയറിയ, അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ 1-2 പെൺകുട്ടികളുണ്ടായിരുന്നു, പേര് എല്ലാവരുടെയും ഓർക്കുന്നില്ല. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത്. വലുതായിട്ടൊന്നും അങ്ങനെ ഞാൻ പറയാൻ മാത്രം അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് ഈ രഞ്ജിനിയുടെയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ കുത്തലുകളും മാന്തലുകളും, റിയാസ് മാരാറ് ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 2 അങ്ങോട്ട് കൊടുക്കുക, ആ ഒരു ഇവരുടെ ഇടയ്ക്കത്തെ ഒരു സാധനമുണ്ട്. പിടി കിട്ടിയോ? കണ്ടസ്റ്റന്റിന്റെ ഇടയ്ക്കത്തെയും ഇന്നലെ ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കലിപ്പും പോരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ പൂജയുടെ മാത്രമേ ഉള്ളൂ ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അനാവശ്യ പരിപാടികളാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആ പെൺകുട്ടി ഒന്ന് നോക്കിയും കണ്ടും കളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.